PB അൻവർ മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം വേണമെന്ന നിലപാട് മയപ്പെടുത്തിയിരിക്കുകയാണ് അൻവർ. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് സംശയമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിറകോട്ട് പോകുന്നുവെന്നും അൻവർ പറഞ്ഞു. ഈ ആഴ്ച കൂടി വിജ്ഞാപനം വന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രതികരണം. UDF ലീഡർഷിപ്പ് കോൺഗ്രസ് ലീഡർഷിപ്പുമായി തിരുവനന്തപുരത്ത് മിനിയാന്ന് ചർച്ച നടത്തി. വളരെ ഫ്രൂട്ട്ഫുള്ളായ ചർച്ചയായിരുന്നു എന്ന് പറഞ്ഞു. UDF ഒന്നാം കക്ഷിയാണ് കോൺഗ്രസ്, രണ്ടാം കക്ഷിയാണ് നടക്ക്. മുസ്ലിം ലീഗ് ലീഡർഷിപ്പുമായി ചർച്ച നടത്തുക എന്ന ഞങ്ങളുടെ ധാർമ്മിക മര്യാദയും ബാധ്യതയും ആ നിലക്ക് വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. എങ്ങനെയാണോ തിരുവനന്തപുരത്ത് നടന്ന ആ ചർച്ച അതേ ഇഫക്റ്റ് തന്നെയാണ്. വളരെ അനുകൂലമാണ്, അനുഭാവപൂർവ്വമാണ്. നമ്മളൊക്കെ വലിയ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് എന്നറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അതൊന്നും അന്വേഷിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഞാൻ തുടക്കം മുതൽ പറഞ്ഞാണ്. കാരണം പിണറായിയും CPM-ഉം RSSുമായിട്ടുള്ള കേന്ദ്രവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക എന്നത് ആരുടെ ആവശ്യമാണ്? പിണറായിയുടെ ആവശ്യമാണ്. പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് വരാൻ പോകുന്നത്. അല്ല, ഇനിയിപ്പോൾ കോടതിയെ സമീപിക്കാൻ മാത്രമേ മാർഗമുള്ളൂ. നമ്മൾ ഈ ആഴ്ച കൂടി വെയിറ്റ് ചെയ്യും. ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക എന്നത് മാത്രമേ ഇതിന് മാർഗമുള്ളൂ.